ഹലോ ഗായ്സ്, GCC മല്ലുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നത്, തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് സൗദി അറേബ്യയിലെ റിയാദിലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഓഫീസെല്ലാം ഓഫാണ്. സോ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ നമ്മളിന്ന് പോയിട്ട് ചില്ല് ചെയ്യാൻ പോവാണ്. നമ്മളിന്ന് ഗ്രില്ലിങ്ങും അതുപോലെ തന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോലെ ടീമെല്ലാം സെറ്റായിട്ടുണ്ട്. നമ്മളെ ഗ്രില്ല് ചെയ്യാൻ പോലെ ടീമിലെ റഹീദ്, അതുപോലെ തന്നെ അർഷു, സിനാന് എല്ലാവരും സെറ്റായിട്ടുണ്ട്. സോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകുന്നത് ലേക്ക് പാർക്കിലോട്ടാണ്. ഏകദേശം 45 മിനിറ്റ്സ് ഉണ്ട് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും. അപ്പോൾ പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോകാൻ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്, വെള്ളം അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. സോ നമുക്കറിയാം സൗദി അറേബ്യയിലെ ക്ലൈമറ്റ് ഏകദേശം ഇപ്പോൾ 42-44 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ അതുപോലെ തന്നെ അറിയാലോ, ഈവനിങ് ആയിക്കഴിഞ്ഞാൽ ഏകദേശം നല്ല രീതിയിൽ ട്രാഫിക് ഉണ്ടാവും. സോ നമുക്കിപ്പോൾ 45 മിനിറ്റ്സിന് എത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. സോ ഏകദേശം 1 ഹവറെങ്കിലും മിനിമം നമുക്ക് ഇവിടുന്ന് ട്രാവൽ ചെയ്തെത്തും. സോ നമ്മളിപ്പോൾ അൽവഫയുടെ ഉള്ളിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന വീഡിയോ നമ്മൾ നിങ്ങൾക്ക് കാണാം. ഇത് പറ്റില്ല, സോ ഗൈസ്, അങ്ങനെ നമ്മൾ സിനാനും മിൽക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്ന ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലോട്ടാണ്. ഓക്കെ, നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി കാണാം. ഗൈസ്, ഒടുക്കത്തെ തിരക്കാണ് ഇവിടെ. സാധനം എടുത്ത് പോകുമ്പോഴേക്കും അത്യാവശ്യം നേരം വൈകും. സിനാനിത് ആപ്പിൾ വേണം തന്നെ നമ്മൾ ആപ്പിൾ കളക്ട് ചെയ്തോണ്ടിരിക്കാറ്. അപ്പോൾ ഗൈസ്, സിനാൻ ആപ്പിൾ കിട്ടിയിട്ടുണ്ട്. കുറേ നേരത്തെ തെരച്ചിലിനൊടുവിലാണ് സിനാൻ ആപ്പിൾ കിട്ടിയത്. ഇവിടെ ഒടുക്കത്തെ തിരക്കാണ്. ഇനി ഇതൊക്കെ കൂടെ എപ്പോൾ ബില്ല് ചെയ്ത് പോകുന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് അടുത്തത് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഓറഞ്ച്, മുസമ്പി എല്ലാം കഴിക്കുന്നുണ്ട്. സോ അതെ, നല്ല ഫ്രഷ് സാധനമാണ്. സിനാന് വിറ്റാമിൻ്റെ നല്ല കുറവുണ്ട്. സോ ജ്യൂസ് അടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്തോണ്ട്. സോ ഗൈസ്, നമ്മൾ പറഞ്ഞ പോലെ തന്നെ സൗദി അറേബ്യയിൽ നല്ല ചൂടാണ്. സോ നമ്മൾ പോകുന്ന സ്ഥലത്ത് നമുക്ക് വെള്ളം മസ്റ്റാണ്. സോ നമ്മളിതേ ഒഫയിലെ കൂൾ ഡ്രിങ്ക്സിൻ്റെ സെക്ഷനിലാണ് വന്നിട്ടുള്ളത്. സോ നമുക്ക് ഇവിടുന്ന് കുറച്ച് വെള്ളം, അതുപോലെ തന്നെ കുറച്ച് ജ്യൂസ്, അതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സ് കാര്യങ്ങളെല്ലാം വാങ്ങിക്കണം. സോ ഗൈസ്, നമുക്ക് വെള്ളം കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒന്ന് നെസ്ലയുടെ വാട്ടറും അതുപോലെ തന്നെ നമ്മൾ അറുവ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ വാട്ടറാണ് എടുത്തിട്ടുള്ളത്. സോ നമ്മൾ വാട്ടറെല്ലാം വാങ്ങി. സോ നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് ജ്യൂസാണ്. ഓക്കെ, സോ നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മളെ റാണി ജ്യൂസാണ്. സോ നമ്മളെ റാണിയിൽ നമ്മൾ ആപ്പിളാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ആപ്പിൾ എടുത്തിട്ടുണ്ട്. സോ അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ്. ഇത് പിന്നെ സൗദിക്കാർക്ക് പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും നല്ല ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. ഗൈസ്, നമ്മളെ 1/2 മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറിയതാണ്. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ് 1.5 മണിക്കൂറായി. നമുക്ക് ഗ്രില്ല് ചെയ്യാൻ പോകേണ്ടതാണ്. സിനാൻ ഇപ്പോഴും സാധനങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. സിനാനെ കഴിയാനായോ? ഇതാണ് അവസ്ഥ. നമ്മൾ പർച്ചേസിന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും കറക്റ്റ് സമയത്തിന് പുറത്ത് പോകാൻ കഴിയില്ല. അതിന് എക്സാമ്പിളാണ് ഇത് സിനാന്. അപ്പോൾ നമ്മളെ പർച്ചേസ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബില്ലിങ്ങിന് പോകും. ഒടുക്കത്തെ ക്യൂ ആണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തേ, ഒടുക്കത്തെ ക്യൂ ആണ്. സോ നമ്മൾ ഏകദേശം പർച്ചേസ് എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ നിൽക്കുന്നത്. സിനാന് വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂർ നമ്മൾ ഈ ഒരു സൂപ്പർ മാർക്കറ്റിലുള്ള പെട്ടുപോയി. സാനെ ലാസ്റ്റായിട്ട് നല്ല തിരക്കാണ്, ഒരു രക്ഷയില്ല, ഭയങ്കര ക്യൂ ആവും. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് അർഷവിനെ അപ്പുറത്തേക്ക് പറഞ്ഞയച്ച് നോക്കാം. എവിടെയെങ്കിലും ക്യൂവിൽ നമുക്ക് വല്ല ഗ്യാപ്പ് ഉണ്ടോ? അർഷ നമുക്ക് സെറ്റാക്കി തന്നെ. അർഷ എല്ലാവരും മാറ്റി നിർത്തിയിട്ട് അർഷ നമുക്ക് രാജാവിന് എന്ത് ക്യൂ, അതേപോലെയാണ് അർഷ. നമ്മൾ വേഗം ചെങ്ങലീരിയുടെ മണിമുത്താണ്. കഷ്ടപ്പാടാണ്. നമ്മൾ തന്നെ എല്ലാ സാധനവും എടുത്ത് പാക്ക് ചെയ്യണം. ഓക്കെ, സിനിമ മുതലാളിയാണ്, കാരണം ഓനെല്ലാം പൈസ കൊടുക്കുന്നത്. ഓട്സ് ആണ് ഇപ്പോൾ രാവിലെ കഴിക്കണത്. കാരണം എന്താ പറയുക, ഡയറ്റില്ല, അത്ര കംപ്ലീറ്റ് ഡയറ്റാണ്. പിന്നെ നമ്മളെ ക്യാമറമാൻ ഡയറ്റ്
കവർ എടുക്കുക ബില്ല് കിട്ടിയിട്ടുണ്ട് ബില്ല് സിനാൻ്റെ ട്രീറ്റാണ് 100 റിയാൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇല്ല പോരെ പൊന്നു മോനെ ആ ക്രൗഡിൽ നിന്ന് പോന്നിട്ടപ്പോഴേക്കും അത് നമ്മളേ അവസാന സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് നമ്മളിപ്പോൾ ലിഫ്റ്റിൽ കയറാൻ പോവാണ്. ഓക്കെ, നമ്മളെ ഇന്നത്തെ എല്ലാ പരിപാടിയും സ്പോൺസറാണ്, നമ്മുടെ സ്പോൺസർ. നമുക്ക് അതുപോലെ തന്നെ നമുക്ക് വലിയൊരു കാര്യം എന്താ പറയുക, നമ്മൾ വഫയിൽ വന്ന സമയത്ത് തന്നെ നമുക്ക് വലിയൊരു ക്യൂ ഉണ്ടായിരുന്നു. ആ ക്യൂ എന്ന് പോലും നമുക്ക് രക്ഷകനായി വന്നൊരു വ്യക്തിയാണ് അർഷു. ഓക്കെ ഓക്കെ, സോ നമുക്കിനി ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ലേക്ക് പാർക്കിൽ ചെന്നിട്ട് കാണിക്കാം. അവസാനം ഫൈറ്റിനൊടുവിൽ നമുക്ക് ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പർച്ചേസ് ജസ്റ്റ് കവറേ ഉള്ളൂ എടുത്തിട്ട്, ബാക്കിയൊന്നും നമ്മൾ എടുത്തിട്ടില്ല. കാരണം എല്ലാ ഇതിൽ നമ്മൾ പരത്തിയിട്ടിരിക്കുകയാണ്, സോ അവിടുത്തെ ക്രൗഡ് കാരണം. ഓക്കെ, ബാക്കി വിശേഷങ്ങളെല്ലാം നമ്മൾ ചെന്നിട്ട് കാണിച്ചു തരാം. ഓക്കെ, സാധനങ്ങളൊക്കെ കൊടുന്ന് നമ്മളിതാ പാർക്കിങ്ങിലെത്തി. അടുത്ത ടാസ്ക് നമ്മൾ പറഞ്ഞ പോലെ തന്നെ എല്ലാ സാധനങ്ങളും നമുക്ക് കവറിലാക്കി പാക്കാക്കി വണ്ടിയിൽ വെക്കണം. സോ നമ്മൾ അതിൻ്റെ തിരക്കിലാണ്. ബാക്കി കാര്യങ്ങളെല്ലാം പിന്നീട് അറിയാം. ഓക്കെ, സിനാന് കഴിക്കാനുള്ളതാണ്. നമ്മൾ ചെറിയ കുട്ടികളില്ലേ, 1 വയസ്സ് 2 വയസ്സ് 3 വയസ്സ് ആ ഒരു കുട്ടികളെ കഴിക്കുന്ന ബേബി ഫുഡ് പോലത്തെ സാധനമാണ് സിന ഇപ്പോൾ രാവിലെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്നെ താങ്ങി അത് നമ്മളെ പർച്ചേസ് ചെയ്തപ്പോൾ നമുക്ക് അറിയാലോ, നമുക്ക് കുറച്ച് ടൈമേ ഉള്ളൂ. സൗദി അറേബ്യയിലെ ട്രാഫിക് അറിയുന്ന അത്രയ്ക്ക് കൂടുതലാണ്. ഇതിനൊക്കെ കാരണക്കാരൻ സിനാൻ മാത്രമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സിനാനോട് തന്നെ ചോദിക്കാം. സിനാൻ തന്നെ പറയട്ടെ അതിൻ്റെ കാര്യങ്ങൾ. എൻ്റെ കാരണത്താലല്ല പർച്ചേസ് വൈകിയത്. കാരണം വീക്കെൻഡാണ്, നല്ല തിരക്കാണ്, നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. ബില്ലടിക്കാനൊരു 1/4 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം. ആ ഒരൊറ്റ കാരണത്താലാണ് നമ്മൾ ലേറ്റ് ആയത്. അതിനെല്ലാം മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും അതിൽ ഉത്തരവാദിത്തമാണ്. ഇല്ല, അതിൽ കുറച്ച് കാര്യം തിരുത്താനുണ്ട്. ഓന് നമ്മളോട് ഇതിൽ കയറുമ്പോൾ പറഞ്ഞത് ഫ്രൂട്ട്സും പിന്നെ എന്തെങ്കിലും 1-2 സാധനം. ഓൻ എത്ര സാധനങ്ങൾ പർച്ചേസ് ചെയ്തു നിങ്ങൾ കണ്ടല്ലേ? ഓക്കെ, അതിന് ഓനോട് ചോദിക്കാം മറുപടി. അല്ലേ, സിനാൻ ഒരിക്കലും സമ്മതിച്ചു തരുന്നില്ല, ഓൻ കാരണമാണ് ലേറ്റ് ആയിരുന്നില്ല. നമ്മളിപ്പോൾ അർഷു ഉണ്ടല്ലോ, അർഷു പറയട്ടെ ആര് കാരണം ലേറ്റ് ആയിന്ന്? ഞാൻ കാരണമാണ് ലേറ്റ് ആയിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാര്യമുണ്ട്. ഞാൻ കാരണമാണ് ലേറ്റ് ആയിക്കണമെന്നുണ്ടെങ്കിൽ ഗ്രില്ലിങ്ങിന്റെ ഫുൾ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തോളാം. നിങ്ങൾ ആരൊരു പണി എടുക്കണ്ട. ഗ്രില്ലിങ്ങിന്റെ ഫുൾ ഉത്തരവാദി സിനാനായിരിക്കും കേട്ടോ. നമ്മളൊരു പണി അവിടെ എടുക്കൂല. ഓക്കെ, ഞാൻ ഏറ്റു. അപ്പോൾ ഫൈനലി നമ്മൾ ലേക്ക് പാർക്കിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂർ നമ്മൾ ട്രാഫിക്കെല്ലാം എടുത്ത് ചാടി ഇവിടെ എത്തിയിട്ടുണ്ട്. സോ നമ്മൾ ലേക്ക് പാർക്കിൽ വന്നു കഴിഞ്ഞാൽ ആദ്യ ടാസ്ക് എന്ന് പറയുന്നത് നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ളൊരു സ്പോട്ട് കണ്ടെത്താൻ. സോ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോകുന്ന സ്പോട്ട് ഇതാണ്. അപ്പോൾ നമ്മളെ കാറ് അതുപോലെ നമ്മുടെ സിനാന് അർഷു എല്ലാം കാറിലിരിപ്പുണ്ട്. സോ നമുക്ക് നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഗ്രില്ല് ചിക്കന് കാര്യങ്ങളെല്ലാം കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മളിവിടെ വന്ന് നോക്കുമ്പോൾ വെതർ കാര്യങ്ങളെല്ലാം ഓക്കെ ആണ്. കാരണം കൂടുതൽ ചൂട് കാര്യങ്ങളൊന്നും നമുക്കിവിടെ അനുഭവപ്പെടുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ വലിയ ക്രൗഡഡ് ആയിട്ടൊന്നും ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. സോ നമുക്ക് നമ്മുടെ ടാസ്കിലോട്ട് കടക്കാം.
അപ്പം നമ്മളെ ഫൈനലി നമ്മൾ ഗ്രില്ല് ചെയ്യാനുള്ള സ്പോട്ട് കണ്ടെത്തിയായിരുന്നു നേരത്തെ. അപ്പം നമ്മളെല്ലാ സാധനങ്ങളും അവിടെ കൊടുന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗ്രില്ല് ചെയ്യാനുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മളെ മാറ്റ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിന എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അർഷുവിൻ്റെ അടുത്തേക്ക് പോവാം. ഓക്കെ, അർഷു നമുക്ക് കാണാം അർഷു ഇവിടെ ഇരിക്കുന്നത്. അർഷു എന്നോട് പറഞ്ഞ ഒരേ ഒരു കാര്യമുള്ളൂ, എനിക്ക് കഴിക്കാൻ മാത്രമേ അറിയുള്ളൂ. അത് കേട്ടില്ലേ, ഓപ്പറേറ്ററാണ്, പാട്ട് പ്ലേ ചെയ്യാനുള്ള ഒരു ഓപ്പറേറ്ററാണ്. ഓക്കെ, നമുക്ക് അടുത്ത് നമ്മുടെ നായകൻ്റെ അടുത്തേക്ക് പോവാം. ഈ പരിപാടി കംപ്ലീറ്റ്ലി ഇന്ന് ഞാൻ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു സിനാൻ്റെ അടുത്തേക്ക്. ഓക്കെ, നമ്മൾ സിനാൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണേ. യെസ്, സിനാനെ സെറ്റല്ലേ പരിപാടി? പിന്നെ സെറ്റല്ല കംപ്ലീറ്റ്ലി ഇന്ന് എൻ്റെ അല്ലേ? ഓ, മൊത്തമായി ഏറ്റെടുത്തു. അപ്പോൾ നമ്മൾ സിനാൻ എല്ലാ കാര്യങ്ങളും സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പരിപാടികൾ ചെയ്യാണ്ട്. ഓക്കെ, ഇവിടെ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാണ്ട്. സോ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഗ്രില്ലിങ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീണ്ടും വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സംഭവം ഒക്കെ സെറ്റ് ചെയ്യുന്നത് ഗ്രില്ലിയല്ല സംഭവം കൊടുക്കും. പക്ഷേ ഒരു സാധനം നമ്മൾ മാറും. ഇത് മിന്നല്ലൊരു സംഭവം ഉണ്ടായിരുന്നു, അത് നമ്മളവിടെ വെച്ച് മാറുന്നു. അപ്പോൾ സിനാൻ്റെ കഷ്ടപ്പാടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാണ്. ഇവരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഫോണിൻ്റെ ഏറ്റെടുക്കുമ്പോൾ അത് വ്യക്തമായിട്ട് ചെയ്യണം. ഫാന് കൊണ്ടാതെ ഇവിടെ വന്നിട്ട് എങ്ങനെയാണ് കത്തിക്കുന്നത് കണ്ടോളി. ഫോണിൻ്റെ പൗച്ച് വേണ്ടിയിട്ട് എന്താ ചെയ്യുക, കഷ്ടപ്പാടാണ്. ഇവരെന്നെ ഈ പരിപാടിക്ക് പറ്റൂല. നമ്മൾ പരിപാടി ഏകദേശം തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സിനാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാ നല്ല സെറ്റായിട്ടുണ്ട് അൽഫാമ്. സിനാനെ എന്താ പറയല്ലേ, കഴിച്ച് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം അറിയിക്കാം. സെറ്റാണ്. അതുപോലെ നമ്മൾ റൈസും വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ റൈസും അതുപോലെ തന്നെ അൽഫാമും കൂട്ടിയിട്ട് നൈസായിട്ട് പെട്ടക്കാൻ പോവാണ്. ഹർഷോ, സാധനം എങ്ങനെ ഉണ്ട് സിനാൻ്റെ ഫാമ്? ഒന്നും പറയാനില്ല, സെറ്റാണ്. ഹർഷോ, എങ്ങനെ ഉണ്ടായിരുന്നു സാധനം? സീന് റൈതേ എങ്ങനെ ഉണ്ടായിരുന്നു സിനാന്റെ ഫുഡ്? അനക്ക് എൻ്റെ അജ്ജ് വെച്ചിനെ കുറിച്ച് എന്താ എനിക്ക് പറയാല്ലേ? നല്ല അഭിപ്രായം. നല്ല അഭിപ്രായ, സന്തോഷമായി. അപ്പോൾ നമ്മുടെ അൽഫാം ഗ്രില്ലിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ രാജാവ് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ രാജാവ് രണ്ടു വാക്ക് സംസാരിക്കാം. അൽഫാം എങ്ങനെ ഉണ്ടായിരുന്നു? അൽഫാം നൈസായിരുന്നു. സെറ്റല്ലേ? അൽഫാം നൈസായിരുന്നു. ഇതെങ്ങനെ ഉണ്ടായിരുന്നു? സെറ്റല്ലേ? അല്ല, നമുക്ക് അർഷനോട് അഭിപ്രായം ചോദിക്കാം. ഓക്കെ, അപ്പോൾ തീർച്ചയായും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് സൈനിങ് ഓഫ് GCC മല്ലു.